തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു കൂട്ടം അന്യഗ്രഹ ജീവികൾ ഈ കൃഷിക്കാരന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുക. ഈ ആൾക്കാരെല്ലാം പേടിച്ച് ഫാമിലി, ഇയാള്, ഭാര്യ, മക്കളൊക്കെ പേടിച്ച് അകത്ത് വരണ്ടിരിക്കും. അങ്ങനെ ഈ അന്യഗ്രഹ ജീവികൾ ഓരോന്നായിട്ട് ഈ പെരയ്ക്കകത്തോട്ട് കയറാൻ തുടങ്ങി. എങ്ങനെങ്കിലും ജീവൻ രക്ഷിച്ചാൽ പറ്റി ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യണം. അയാൾ കയ്യിലുണ്ടായ തോക്ക് വെച്ച് ഓരോന്നിനും മണിക്കൂറുകളോളം പടപടാന്ന് വെടിവെച്ച് ഒരുപാട് മണിക്കൂറുകളോളം വെടിവെപ്പ് നടന്നു. അതിനുശേഷം ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ വണ്ടി ഫാമിലി ആയിട്ട് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ ഇയാൾ പറഞ്ഞ കഥകളെ കേട്ടിട്ട് പോലീസുകാരൻ ഞെട്ടി, ഞാൻ ഞെട്ടി, നിങ്ങളും ഞെട്ടി. ആദ്യം ഒരു വിശ്വാസമില്ല. പക്ഷെ ഫാമിലി ആയിട്ട് വന്ന് കരഞ്ഞ് പറഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു, എങ്കിൽ പിന്നെ ഈ സംഭവം ഒന്ന് അന്വേഷിക്കണം. അങ്ങനെ പോലീസുകാർ എല്ലാവരുടെ ബാക്കപ്പ് ആയിട്ട് ഈ വീട്ടിലേക്ക് ചെല്ലും. വീടിന്റെ കഥയൊക്കെ തുറന്ന് അകത്ത് കയറിയപ്പോൾ അവിടെ താഴെയൊക്കെ ഷോട്ട് ഗണ്ണിന്റെ ആ ഷെല്ലുകളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ വേറെ ഒന്നും തന്നെ ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ ഈ വിവരം ഒരു വൈൽഡ് ഫയർ പോലെ, കാട്ടു തീ പോലെ അവിടെ എല്ലാം പടർന്നു പിടിച്ചു. കാരണം മീഡിയാസ് ഒക്കെ വന്ന് ഈ സംഭവങ്ങൾ കവർ ചെയ്യാൻ തുടങ്ങി. സോ നാട്ടുകാർ മൊത്തം ഈ സംഭവം കാരണം. പക്ഷെ ഇത്ര അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും പ്രത്യേകിച്ച് ഡെഫിനറ്റ് ആയിട്ട് എവിഡൻസ് അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഒടുവിൽ പോലീസുകാർ, എയർഫോഴ്സ് ഒക്കെ പറഞ്ഞു അവർ തട്ടിപ്പ് നടത്തിയാണ്, ഫേമസ് ആമേഡി ഫാമിലി തട്ടിപ്പ് നടത്തിയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരുപാട് ആൾ ഇപ്പോഴും സ്കെപ്റ്റിക്കായിട്ട് പറയുന്നത് ഒരുപക്ഷെ ഇവർ കണ്ടത് വലിയൊരു ഉൽക്ക വന്ന് വീഴുന്നതായിരിക്കാം. മാത്രമല്ല ഏലിയൻസ് ആയിട്ട്, അന്യഗ്രഹ ജീവികളായിട്ട് ഇവർ കണ്ടത് ചിലപ്പോൾ മൂങ്ങകളായിരിക്കും. കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ അധികം മൂങ്ങകളൊക്കെ ഉള്ളതാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ മൂങ്ങകളെ കണ്ടിട്ട് ഇവർ അങ്ങനെ ചെയ്തതാകുമെന്നാണ് കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നത്. എന്താണെങ്കിലും സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അന്ന് ആ പുള്ളിക്കാരൻ കണ്ടത് സ്പേസ് ഷിപ്പാണോ, അതോ അന്യഗ്രഹ ജീവികളെ ആണോ, അതോ മൂങ്ങകളെയും ഉൽക്കകളെയും ആയിരിക്കുമോ? കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും.